ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ മസ്ഊദ് സഖാഫി ഉസ്താദ് ആയാലും ഈ സാധുവായ നൗഫൽ സഖാഫി ആയാലും ഞങ്ങൾ ആരും വഅദ് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ചില ആളുകൾ കരുതിയിട്ടുള്ളത് എന്നും വഅദിന് പോവല്ലേ, എന്നും കവറ് കിട്ടല്ലേ, കവറിൽ ഒരു 25,000 രൂപയുണ്ടാകും, ഒരു 10,000 ഉണ്ടാകും, എന്നിട്ട് മാസത്തിന്റെ വഅദും കണക്ക് വെച്ചിട്ട് ഇത്തരെല്ലാം സമ്പാദിച്ചിട്ടുണ്ടാകും. കുറെ സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും, കുറെ പക്കല്ല എടുത്തു വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ കരുതിപ്പോയവരുണ്ട്. അവൻ യവനായാലും അല്ലാഹ് അവനെ പൊറുത്തു കൊടുക്കട്ടെ. ഇവിടുന്ന് പറയട്ടെ, മഹാന്മാരെ ദർബാറെന്ന് പറയുന്നത് അത്രയും ഉറപ്പില്ലാതെ പറയില്ലല്ലോ. എന്നാൽ ഞങ്ങളെ അതുകൊണ്ട് ഞങ്ങൾ ദുനിയാവിൽ ഈ നിമിഷം വരെ ഇനിയുള്ളത് എന്താണെന്നറിയില്ല. ഈ നിമിഷം വരെ സ്വന്തത്തിനൊരു സ്ഥലം വാങ്ങി വെച്ചിട്ടില്ല, സ്വന്തത്തിന് വരുമാനത്തിനൊരു ബിൽഡിംഗ് വാങ്ങി വെച്ചിട്ടില്ല. അതേ സമയത്ത് ഒരാളുടെയും കവറ് കണ്ടിട്ടല്ല, ഒരു സംഘാടകന്റെയും മഞ്ഞ കവറ് കണ്ടിട്ടല്ല ഞങ്ങൾ ആരും വഅദിന് പോകുന്നത്. വഅദെന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ളതല്ല. വഅദ് പറഞ്ഞിട്ട് നരമ്പിങ്ങനെ വീക്കാവുകയാണ്. എപ്പോഴും പറയുന്നത് പോലെ മെഴുകുതിരിയാണ് കേട്ടോ. മെഴുകുതിരിയെ കണ്ടിട്ടില്ലേ? കാൻഡലിനെ കണ്ടിട്ടില്ലേ? എന്താണ് അതിന്റെ സ്വഭാവം? അത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുകയാണ്. ആ മെഴുകുതിരി സ്വന്തമോ ഉരുകിപ്പോകുന്നു, അവസാനം അവസാനിക്കുന്നു. ഇതുപോലെ വഅദ് പറയുന്നവർ അവരെ രാപ്പകലെന്ന വ്യത്യാസമില്ലാതെ വഅദും പറയുന്നു, രാത്രി ഉറക്കമില്ല. നട്ടപ്പാതിരക്ക് പോയി കിടക്കുന്നു. അതേ പിറ്റേന്ന് സുബഹിക്ക് ശേഷം ഞങ്ങളതാ മുത്തഅല്ലിമുകൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നു. പകലിൽ ഒരു മണിക്കൂർ ഉറക്ക് കിട്ടിയാലായി, ഇല്ലെങ്കിൽ പോയി. എന്നിട്ട് അടുത്ത വഅദിന് വരുന്നു. രാത്രിത്തെ ഉറക്കില്ലാതെ എത്ര വർഷങ്ങളാ കഴിഞ്ഞത്. എന്നിട്ട് അവസാനം മരിച്ചാലോ, ഭാര്യക്ക് ഭർത്താവില്ലാതെയായി, മക്കൾക്കു അതാ ബാപ്പയില്ലാതെയായി, ഉമ്മാക്ക് മോനില്ലാതെയായി, സംഘാടകർക്ക് വഅദ് പറയാൻ പകരക്കാരനെ കിട്ടൂ. അതുകൊണ്ട് വഅദ് കേട്ടാ പോരാ, വഅദ് കേൾക്കുന്ന ആലിമീങ്ങളുടെയും മുതഅല്ലിമീങ്ങളുടെയും ആരോഗ്യമുള്ള ദീർഘായുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത് സ്നേഹജനങ്ങളെ.